ഈ പുസ്തകത്തെ ചുരുങ്ങിയ രീതിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിനുവേണ്ടി കഠിനമായ പരിശ്രമം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അജ്മൽ ഫൈസിയെ ഇതിനെ പരിചയപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العلي العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبالأسماء الله الحسنى ما علمت منها وما لم أعلم من شر ما خلق وبرأ وضرأ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയരായ പ്രിയപ്പെട്ട ഉസ്താദവറുകൾ, ബഹുമാന്യരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ അഭിവന്യ ഗുരുവും ഈ നാടിൻ്റെ സൂര്യ തേജസ്സും ആത്മീയ വിളക്കുമായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദവറുകളുടെ രണ്ടാമത്തെ ആണ്ടിൻ്റെ ഘട്ടത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഉസ്താദിൻ്റെ സ്മരണിക പുറത്തിറക്കാൻ വേണ്ടി നടത്തിയ അന്വേഷണങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒട്ടനവധി അനുഭവങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഉസ്താദ് തൻ്റെ ജീവിതകാലത്ത് മറച്ചുവെച്ച് ആരോടും പരസ്യമാക്കാതെ രഹസ്യമാക്കി ഉസ്താദ് സൂക്ഷിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും പല അന്വേഷണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഉസ്താദിൻ്റെ പരിശുദ്ധമായ ഉസ്താദ് രേഖപ്പെടുത്തി വെച്ച ഡയറി പരിശോധിച്ചപ്പോഴും അതിലൊക്കെ ഉസ്താദ് തൻ്റെ ആത്മീയപരമായ പല കാര്യങ്ങളും മറച്ചു വെച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസ്താദ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിതന് വേണ്ടത്, ഒരു ഹുറവിയായ നേതാവിന് വേണ്ടത് തൻ്റെ പാരമ്പര്യം, തൻ്റെ പരമ്പര അത് വിശുദ്ധമാവുക എന്നതാണ്. അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിൽ എക്കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ പിതാവിൻ്റെ പരമ്പര കാടേരി കുടുംബവും അതുപോലെ തന്നെ മാതാവിൻ്റെ കുടുംബം മഹത്തായ ഫലഫരി എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട രണ്ട് പണ്ഡിത കുടുംബങ്ങളിൽ മാതാവിൻ്റെ സരണിയും പിതാവിൻ്റെ സരണിയും ആത്മീയത സമഞ്ജസം സമ്മേളിച്ചുകൊണ്ട് ആ പാരമ്പര്യത്തിലാണ് ഉസ്താദ് ജനിച്ചും ജീവിച്ചും വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉസ്താദ് അവറുകളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ഉസ്താദ് അവറുകൾ ആത്മീയമായി എല്ലാ കാലത്തും നിലകൊണ്ടു എന്നത് തന്നെയാണ് ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. 1989 സമസ്തയിൽ അനിവാര്യമോ ദൗർഭാഗ്യകരമോ ആയ ഭിന്നിപ്പുണ്ടായ ഘട്ടത്തിൽ തൻ്റെ ഉസ്താദുമാരിൽ പലരും വിഘടിത പക്ഷത്തോ അല്ലെങ്കിൽ നിഷ്പക്ഷതയോ പാലിച്ച സമയത്ത് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആശയ പ്രസ്ഥാനത്തിനോട് കൂടെ അടിയുറച്ചു നിന്നു എന്നതാണ് ഉസ്താദിന്റെ പാരമ്പര്യം. ആ ഒരു പാരമ്പര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉസ്താദിന്റെ പിതാമഹന്മാരുടെ പാരമ്പര്യമാണ്. കാടേരി അബുൽ കമാൽ മൗലവി അദ്ദേഹം 1945 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മീൻചന്തയിൽ വെച്ച് ഖുതുബ പരിഭാഷക്കെതിരെ ഒരു പ്രമേയം പാസാക്കുന്നുണ്ട്. ആ ഖുതുബ പരിഭാഷക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമേയം പാസാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം ഖുതുബ പരിഭാഷ ജായിസാണ് എന്നതായിരുന്നു. ഖുതുബ പരിഭാഷ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളായിരുന്നു മഹാനായ അബുൽ കമാൽ മൗലവി. എന്നാൽ പോലും അദ്ദേഹം ആ കാലത്ത് ദർസ് നടത്തിയിരുന്നത് പാണ്ടിക്കാട് പള്ളിയിലായിരുന്നു. അദ്ദേഹം പാണ്ടിക്കാട് പള്ളിയിൽ നിന്ന് ദർസ് നിർത്തിപ്പോരാനുണ്ടായ കാരണം അദ്ദേഹം തന്റെ ആത്മകഥയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നോട് ചില ആളുകൾ, പാണ്ടിക്കാട് പ്രദേശത്തെ ചില ആളുകൾ എന്നോട് വന്ന് ഖുതുബ പരിഭാഷ നടത്തണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമസ്തയുടെ ഒരു മുഷാവറ മെമ്പറാണ്, ഞാൻ സമസ്തയുടെ ഒരു മെമ്പറാണ്, അതുകൊണ്ട് എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് പാണ്ടിക്കാട്ടെ പള്ളിയിൽ നിന്ന് തന്റെ ദർസ് രാജിവെച്ചു പോന്നതായി മഹാനവറുകൾ തന്റെ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ചേർന്നു നിന്നത് തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കു മുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ 40 മെമ്പർമാരെടുത്ത തീരുമാനത്തിനോട് കൂടെ നിൽക്കുകയായിരുന്നു ഉസ്താദിന്റെ പിതാമഹൻ ചെയ്തത്. ഈ ഒരു
പാരമ്പര്യമാണ് ഉസ്താദ് കാട്ടിത്തന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ടി ഉസ്താദ് അവர்கள் ആത്മീയമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഈ ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ സ്മരണിക എന്ന് പറയുന്നത് ഉസ്താദ് അവരുടെ ജീവിതം പൂർണ്ണമായി നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉസ്താദ് അവர்கள் മറച്ചു വെച്ച് ജീവിച്ച പലതുമുണ്ട്, ഉസ്താദ് അവர்கள் വെളിവാക്കാത്ത പലതുമുണ്ട്, ഉസ്താദ് അവர்கள் നമുക്ക് മുമ്പിൽ തുറന്നു തരാത്ത പല പാഠപുസ്തകങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കിട്ടാവുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ആ സ്മരണികയിൽ ചെയ്തിട്ടുള്ളത്. ഉസ്താദ് അവരുടെ ഒരു ആത്മീയ വായന അതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്മരണികയാണ് ഉസ്താദിന്റെ ജീവിതമെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. അതിലപ്പുറത്ത് ഇനിയും വായിക്കപ്പെടാത്ത, ഇനിയും അറിയപ്പെടാത്ത പല ഏടുകളും ഉസ്താദ് അവരുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ ഒരു വീക്ഷണകോണുകളിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുതിയതാണ്, അതിന്റെ പരിമിതികളും പരിധികളും അതിലുണ്ടാകുമെന്ന് മനസ്സിലാക്കി ചേർക്കേണ്ട പലതും ചേർക്കാതെ, ചേർക്കേണ്ട പലതും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ആ സ്മരണിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം ഈ മേൽമുറി ദേശത്തിന്റെ ചരിത്രമാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഉസ്താദിന്റെ കുടുംബ പരമ്പരയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നീട് ഉസ്താദിന്റെ ജനനവും കുട്ടിക്കാലവും തുടങ്ങി 35 വർഷക്കാലത്തോളം അല്ലെങ്കിൽ 37 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഉസ്താദിന്റെ വൈജ്ഞാനിക സബർജയുടെ, ഉസ്താദിന്റെ വിദ്യാഭ്യാസ അധ്യാപന കാലഘട്ടത്തെ കൂടിയാണ് ആ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ പരിചയപ്പെടുത്തുന്നത് ഉസ്താദിന്റെ ആത്മീയ ലോകമാണ്. പിന്നീട് അവസാനം ആത്മീയ ലോകവും മറ്റും പരിചയപ്പെടുത്തി ഉസ്താദിൽ മികച്ചുകൊണ്ടിരുന്ന, ഉസ്താദിൽ ഉയർന്നു കണ്ടിരുന്ന ചില മാനുഷിക ഗുണങ്ങളുണ്ട്. ഒരു തസവുഫിന്റെ ഗ്രന്ഥം നമ്മൾ തുറന്നു വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണോ കാണാൻ കഴിയുക, ഏതൊക്കെ ഭാവമാണോ തഖ്വ മുതൽ സുഹദ് മുതൽ പരിത്യാഗം മുതൽ ഇഖ്ലാസ് വരെ പരന്നു കിടക്കുന്ന തസവുഫിന്റെ കിതാബുകളുടെ ഫിഹ്റസാത്തുകൾ മുഴുവൻ ഉസ്താദിന്റെ ജീവിതത്തിൽ വളരെ പ്രകടമായി കണ്ടിരുന്നു. അതൊക്കെ ചേർക്കാവുന്ന പരമാവധി ആ പുസ്തകത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പറായി അതിന്റെ നിലപാടുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറഞ്ഞ വഫാത്തിന്റെ ഘട്ടം കൂടി അതിൽ വളരെ ആധികാരികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം എല്ലാവരും വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഉസ്താദ് അവരുടെ പരലോക നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.